ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ആണ് നമ്മുടെ ചാനൽ വഴി ഞാൻ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 12 മണിക്കൂറിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ലിബിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവർ ഒന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കും ഒക്കെ ഒരു സന്തോഷമായിരിക്കും. കാരണം നമ്മളിവിടെ ഗൾഫിൽ നിൽക്കുന്നവർക്കൊക്കെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ അമ്മയുടെ അപ്പൻ്റെയൊക്കെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്കൊക്കെ സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്നൊരവസരം പോലെ നമുക്ക് അവരുടെയൊക്കെ ഇതൊക്കെ ആഘോഷിക്കാനൊക്കെ ആയിട്ടുള്ള ഭാഗ്യം ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ ഞാനിവിടെ ഗൾഫിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 13 വർഷമായെന്ന് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 വർഷമായി. ആദ്യം അൽബൈക്കിലാണ് പോയത്. അവിടുന്ന് ഒത്തിരി നമുക്കെല്ലാം അടിപൊളിയായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റിനേക്കാളും കൂടുതലായിട്ട് നല്ല രീതിയിൽ നമുക്ക് അവിടുന്ന് വർക്കുകളൊക്കെ പഠിക്കാൻ പറ്റും. മീൻസ് ഹൈജീനിക്കായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു ബേസ് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് 2021 ഞാൻ ഒരു ബ്രോസ്റ്റിൻ്റെ പൗഡർ കണ്ടുപിടിച്ച് ആ ബ്രോസ്റ്റിൻ്റെ പൗഡറാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞത് നമ്മളിവിടെ എല്ലാ ഷോപ്പുകളിലും തന്നെ ഇപ്പോൾ ഞാൻ ഇനി അന്തറിലാണ്, നമ്മുടെ വിസ ഇവിടെയാണുള്ളത്. അപ്പോൾ അന്തറിൻ്റെ മറ്റ് ബ്രാഞ്ചുകളിലൊക്കെ നമ്മൾ ഈ ബ്രോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കഴിക്കുന്നവർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമായതുകൊണ്ടാണല്ലോ നമ്മുടെ ബ്രോസ്റ്റ് നമുക്ക് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഒരു 7-8 തരം സോസുകൾ, സീക്രട്ട് റെസിപ്പികളുള്ള എല്ലാം നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ബ്രോസ്റ്റ്. പിന്നെ ഒരു പിസ്സ ഉണ്ട്. പിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അടിപൊളി പിസ്സയാണ്. അതിൻ്റെയും റെസിപ്പി എന്ന് പറഞ്ഞാൽ സീക്രട്ടാണ്. ഇതെല്ലാം നമ്മുടെ മാത്രം റെസിപ്പികളാണ്. ഇതൊക്കെ റിസർച്ച് ചെയ്ത് ഒരു ഫുഡ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ഫുഡാണെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. കാരണം കോമ്പറ്റീഷൻസ് ഏറ്റവും കൂടുതലുള്ള ഫീൽഡാണ് ഹോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ ഒരു കട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മീറ്റർ പോലും ദൂരം ഇല്ലാണ്ട് അടുത്ത കട തുറന്നിട്ടുണ്ടാവും. ഈ 2 ഷോപ്പിലും ഒരേപോലെയുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിൽ ടേസ്റ്റ് വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തുണ്ടാക്കിയ പൗഡറുകളായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അതിൻ്റെ റെസിപ്പികൾ നമ്മൾ പുറത്ത് വിടാത്തത്. അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം അത്രയും സത്യം പറഞ്ഞാൽ കണ്ണുനീരും കയ്യും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നാളെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില വിഷമങ്ങളും അതെല്ലാം ഇതെല്ലാം ഇതിൻ്റെ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളും കൂടിയാണ്. നമ്മുടെ UAE ലൈഫിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒത്തിരി ആൾക്കാർക്ക് വരുന്ന ജോബ് വേക്കൻസികൾ മുടക്കമില്ലാണ്ട് തന്നെ എല്ലാവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം എല്ലാവരും തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ ചോദിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് നമുക്ക് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലിവിൻ ബ്രോയിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മുടെ ആദിക്കുട്ടന് എൻ്റെ വക ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ 1000 ചുംബനങ്ങൾ നിറഞ്ഞ എൻ്റെ ജന്മദിനാശംസകൾ ഞാൻ നേരുകയാണ്. അതേപോലെ നിങ്ങളും എല്ലാവരും തന്നെ ആദിക്കുട്ടന് ഒരു ജന്മദിനാശംസകൾ നേരണം. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.